നോബൽ, ആ പുറത്ത് നിർത്തിയിരിക്കുന്ന വാഹനങ്ങൾ ഒന്ന് ആ സ്കൂട്ടിയൊക്കെ കത്തിയത് കാണുമ്പോൾ ഇതിന്റെ ഒരു വ്യാപ്തി മനസ്സിലാവുന്നുണ്ട്. ഇത് ഫയർഫോഴ്സ് അടക്കം അറിയാൻ വൈകിയോ? ആരറിഞ്ഞാണ് ഇവർ പെട്ടെന്ന് എത്തിയത്? പ്രദേശവാസികളൊക്കെ വേഗം തന്നെ വിവരം അറിയിച്ചിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായും, കാരണം ഈ ഫ്ളാറ്റുകളിലൊക്കെ താമസക്കാരുണ്ടായിരുന്നു. താഴത്തെ നിലയിൽ നിന്ന് തീ ഉയർന്നപ്പോൾ തന്നെ, പുകപടലം ഉയർന്നപ്പോൾ തന്നെ ആളുകൾ കൃത്യമായി ഈ തീ പടരുന്നു എന്ന വിവരം നൽകിയിരുന്നു. പക്ഷേ ഫയർഫോഴ്സ് എത്തിപ്പെടാൻ അല്പം സമയം എടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഇത്തരത്തിൽ ഒരു ഫ്ളാറ്റിനെ, ബ്രഹ്മപുത്ര ഫ്ളാറ്റിന്റെ ഒരു സൈഡിൽ പൂർണ്ണമായും 2-3 നിലകളിലേക്ക് തീ പുറത്ത് നിന്ന് പടർന്നിട്ടുണ്ട്. അത്തരം തീ പടർന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഈ ഫയർഫോഴ്സ് എത്തിയപ്പോഴേക്കും അധികം തീ കുറച്ച് പടർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ തടിക്കഷ്ണങ്ങളും ബെഡും ഒക്കെ ഉണ്ടായതുകൊണ്ട് തീ പെട്ടെന്ന് ആളി കത്തി എന്നാണ് മനസ്സിലാവുന്നത്. ഒപ്പം സ്കൂട്ടറുകൾ, അതോടൊപ്പം കുട്ടികളുടെ സൈക്കിളുകൾ, അലമാരകൾ, കട്ടിലുകളൊക്കെ ഈ മേഖലയിൽ എന്താണെങ്കിലും കത്തിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ തരത്തിൽ ഒരു തീയോട് പടർന്ന കാഴ്ചയാണ് എന്താണെങ്കിലും ഇന്നിപ്പോൾ ഇവിടെ കാണാൻ കഴിഞ്ഞത്. ആളുകളൊക്കെ പരിഭ്രാന്തരായി പുറത്തേക്ക് പോവുകയും ചെയ്തു. ചില ആളുകളൊക്കെ ഉണ്ട്. കബ് हुआ भाई? अभी मुश्किल से पौन घंटा हुआ अभी, ठीक है। तो अभी इनको प्रशासन को आने में टाइम लगता है, इधर आने में। फ़ोन किया इन्होंने नाम के लिए, मतलब ये बना रखा है। फिर आधा घंटा लेट आई है, उसके बाद देखिए क्या बिल्डिंग का हाल है। हमारा ये नीचे का फ्लोर है, सामने एक नंबर कोई नहीं, अंदर नहीं है, सब बाहर ही है। हाँ, यहाँ बस अब क्या बोले, प्रशासन के लिए लापरवाही है शायद, जो यहाँ के स्टाफ वो कुछ नहीं है, सब सेफ है। എല്ലാവരും സുരക്ഷിതരാണ് എന്നാണ് ഈ പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. കാരണം ഈ തീ പടർന്നപ്പോൾ തന്നെ ആളുകളെയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരികയും ആളുകളൊക്കെ അതുകൊണ്ട് ഇവിടുന്ന് മാറുകയും ചെയ്തു. ആ പശ്ചാത്തലത്തിൽ വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ ആദ്യഘട്ടത്തിൽ ആളുകളെ ഒഴിപ്പിക്കാൻ കഴിഞ്ഞു. പക്ഷേ സാധന സാമഗ്രികൾ കത്തിപ്പോയിട്ടുണ്ട്. അതിപ്പോൾ പൂർണ്ണമായും തീ കെടുത്താനുള്ള ശ്രമമാണ് ഫയർഫോഴ്സിന്റെ ഭാഗത്ത് എന്താണെങ്കിലും ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഫയർഫോഴ്സിന്റെ ഏറെക്കുറെ 6ഓളം യൂണിറ്റുകൾ ഇതിനോടൊപ്പം തന്നെ ഈ കെട്ടിടം നിൽക്കുന്ന ഈ കോമ്പൗണ്ട് ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതൽ ഫയർഫോഴ്സ് സംവിധാനങ്ങളൊക്കെ ഇതിന് പുറത്ത് പാർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വാഹനങ്ങൾ ഈ ഓരോന്നിലെയും ഈ വെള്ളം തീരുന്നതനുസരിച്ച് മറ്റ് ഫയർഫോഴ്സുകൾ ഉള്ളിൽ കയറാൻ, അതായത് കയറി കറക്റ്റായി കറങ്ങി പോകാനുള്ള രീതിയിലേക്ക് ക്രമീകരണങ്ങൾ ഒരുക്കൊണ്ടാണ് എന്താണെങ്കിലും ഇപ്പോൾ ഈ പ്രവർത്തനങ്ങൾ ഫയർഫോഴ്സ് ഏകീകരിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളില്ല. കാരണം തീ പൂർണ്ണമായും അടയ്ക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഈ ആളുകളെ എല്ലാം അവിടെ നിന്ന് ഒഴിപ്പിച്ചുകൊണ്ട് ആളപായം ഉണ്ടാകില്ല എന്നൊരു ഉറപ്പ് പ്രദേശവാസികൾ നൽകുന്നു. കാരണം താഴത്തെ, പ്രത്യേകിച്ച് ഈ താഴത്തെ നിലയിൽ തടിയടക്കമുള്ള അത്തരത്തിലുള്ള സാമഗ്രികൾ ഉണ്ടായതുകൊണ്ട് തീ വലിയ തരത്തിൽ ആളി കത്തുകയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു തീപിടുത്തം ഉണ്ടായി എന്നുള്ളത്. അതിനു പിന്നാലെ എല്ലാവരെയും ഫ്ളാറ്റുകളിൽ നിന്ന് പെട്ടെന്ന് ഒഴിപ്പിക്കുകയും ചെയ്തു. അതൊക്കെ ഇവിടുത്തെ താമസക്കാരും ഇവിടുത്തെ മറ്റു ജീവനക്കാരും ചേർന്നാണ് ആളുകളെ ഒഴിപ്പിച്ചത്. അതിന് പിന്നാലെയാണ് ഫയർഫോഴ്സ് എത്തുമ്പോഴത്തേക്കും ഏറെക്കുറെ തീ വലിയ രീതിയിൽ പടർന്നിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ ഭിത്തികളിൽ മാർബിളൊക്കെ ഒട്ടിച്ച ഭാഗമാണ്. അതിന്റെ മാർബിളൊക്കെ പൂർണ്ണമായും തീപിടുത്തത്തിൽ അതിന്റെ തീയുടെ ചൂട് കൊണ്ട് തകർന്ന് താഴത്തേക്ക് അടർന്ന് വീണിട്ടുണ്ട്. ഇപ്പോൾ ആ ഭാഗത്തൊക്കെ വെള്ളം ഒഴിച്ച് എന്തെങ്കിലും തീ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചൂടുണ്ടെങ്കിൽ അതൊക്കെ ശമിപ്പിക്കാനുള്ള ശ്രമമാണ് ഫയർഫോഴ്സ് നടത്തുന്നത്. ഇപ്പോഴും തീ പൂർണ്ണമായും കെട്ടിട്ടില്ല. കാരണം പലയിടത്തും പുക ശക്തമായി തന്നെ ഉയർന്നു വരുന്നുണ്ട്. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ആളപായമില്ല എന്നത് വലിയ ആശ്വാസമാണ്. പക്ഷേ എങ്കിൽ പോലും ഈ കെട്ടിടത്തിന്റെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സാമഗ്രികൾ കത്തിപ്പോയിട്ടുണ്ട്, വാഹനങ്ങൾ കത്തിയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ കാറുകൾ കത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു സാഹചര്യം എന്താണെങ്കിലും ഉണ്ടായിരിക്കുന്നു. നോബൽ, ഈ കറുത്ത പുക തന്നെയാണ് ഉയരുന്നത്. പുക കൂടുതലായി തന്നെ ഇപ്പോൾ കാണാനും കഴിയുന്നുണ്ട്. ഈ MP-മാരൊക്കെ എങ്ങോട്ടാണ് മാറിയത്? റോഷിനി, MP-മാരും ഇവിടെ ഉണ്ടായില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ഈ പരിസരവാസികളും ഇവിടുത്തെ ജീവനക്കാരും വ്യക്തമാകുന്നത്. ഒന്നാമത് ദീപാവലി സമയമാണ്. ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയ ഒരു ആഘോഷ സമയമാണ് ദീപാവലി, അവധി സമയവുമാണ്. അതുകൊണ്ട് തന്നെ MP-മാരൊക്കെ അവരുടെ നാട്ടുകളിലായിരുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. പ്രത്യേകിച്ച് ജോസ് കെ മാണി അടക്കമുള്ള MP-മാർ ഇതേ ബ്രഹ്മപുത്ര ഫ്ളാറ്റിലാണ് താമസിക്കുന്നത്. അവരൊന്നും ഇവിടെ ഇല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ഏതായാലും വിവരമുള്ളത്. ഇവിടുത്തെ ജീവനക്കാരും പറയുന്ന MP-മാരും ഇവിടെ ഇപ്പോൾ നിലവിൽ താമസിക്കുന്ന എല്ലാവരും വീട്ടിലാണ്. അതുകൊണ്ട് അത്തരത്തിൽ ആളുകൾക്ക് മറ്റു പരിക്കുകളോ ഒന്നും ഇല്ല. അതാണ് ആശ്വാസം. ആളുകൾക്ക് പരിക്കില്ല, അപായം പറ്റിയിട്ടില്ല എന്നുള്ളത് ആശ്വാസമാണ്. എന്തായാലും ഇപ്പോൾ ഫയർഫോഴ്സ് യൂണിറ്റ് തീ അണയ്ക്കാനുള്ള ശ്രമം തന്നെ തുടരുകയാണ്. പുക ഉയരുന്നുണ്ട്. അവിടെ പ്രദേശവാസികൾ അടക്കം ഫയർഫോഴ്സിനൊപ്പം ചേർന്നിട്ടുണ്ട്. നോബൽ മാരിക്കാരനാണ് വിശദ വിവരങ്ങൾ നൽകിയത്.